So good morning everyone, welcome to today's class. So in the last class we have seen about the frequency, time period, time interval and phase measurement in digital instruments. So today we are going to see about digital voltmeter. Okay, actually what is a digital voltmeter? Digital voltmeter is an electrical measuring instrument that measures potential difference between 2 points in a circuit. അതായത് ഒരു സർക്യൂട്ടിൻ്റെ 2 പോയിന്റിനിടക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ എ ന്യൂമറിക്കൽ ഫിഗർ. അതാണ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ. വേറെ അനലോഗ് വോൾട്ട്മീറ്റർ എങ്ങനെയാണ്? അതായത് രണ്ട് പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നു. അത് ഒരു അനലോഗ് വോൾട്ട്മീറ്ററിൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് സ്കെയിലാണ്. അതിലൊരു പോയിന്റർ ഉണ്ടാവും. ആ പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ ഈ പറയുന്നത് നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അനുസരിച്ചിട്ട് ഈ അനലോഗ് വോൾട്ട്മീറ്ററിനുള്ളിലുള്ള കോയിൽ എക്സൈറ്റ് ആവും. ആ കോയിൽ എക്സൈറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പോയിന്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു പിന്നെ കണ്ടിന്യൂസ് സ്കെയിൽ. അതാണ് അനലോഗ് വോൾട്ട്മീറ്റർ. വേറെ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ഇതേപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് മെഷർ ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ആസ് എ ന്യൂമറിക്കൽ വാല്യൂ. സോ ദാറ്റ് ഈസ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ. സോ digital voltmeter is an electrical measuring instrument that measures potential difference between 2 points in a circuit. Potential difference between 2 points in a circuit measure ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് digital voltmeter. And in digital voltmeter this measured potential difference is displayed as a discrete numerical figure. And also voltage measured can be either AC voltage or DC voltage, and acronym used for digital voltmeter is dVm. അതായത് digital voltmeter, otherwise it is called as dVm, digital voltmeter. Previously we have studied about digital multimeter or electronic multimeter. Okay, electronic multimeter അല്ലെങ്കിൽ digital multimeter പഠിച്ചിട്ടുണ്ട്. സോ അതും ഇതും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവരുത്. അത് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ഓർ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഈസ് എ മൾട്ടിപർപ്പസ് ഡിവൈസ്. അതായത് അതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമല്ല, അതായത് നമുക്ക് കറണ്ട്, റെസിസ്റ്റൻസ്, ഇതൊക്കെ, അതുപോലെ കപ്പാസിറ്റൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് മെഷർ ചെയ്യാൻ പറ്റും. കുറേ ക്വാണ്ടിറ്റീസ് നമുക്കതിൽ മെഷർ ചെയ്യാൻ പറ്റും. വേറെ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ വെച്ചിട്ട് നമ്മൾ 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൂടാതെ ഈ മെഷർ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് is displayed as a discrete numerical value. Okay, so digital voltmeter is an electrical measuring instrument that measures potential difference between 2 points in a circuit. Voltage measured can be AC or DC. Acronym used for digital voltmeter is dVm. Okay, so write a short note about dVm എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is a digital voltmeter തന്നെയാണ്. Okay, so confused ആവരുത്. Okay, so AC or DC voltage being measured is displayed as discrete numerical figure. In analog voltmeter it is displayed as pointer deflection on a continuous scale. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനലോഗ് വോൾട്ട് മീറ്ററിൽ എന്താണ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഇതിനുള്ളിലുള്ള കോയിൽ എക്സൈറ്റ് ആവും. ആ കോയിൽ എക്സൈറ്റ് ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ പോയിന്റർ നീഡിൽ കണ്ടിന്യൂസ് സ്കെയിലിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, കോയിൽ എക്സൈറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ പോയിന്റർ നീഡിൽ ഈ കണ്ടിന്യൂസ് സ്കെയിൽ ഡിഫ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് അനലോഗിൽ അളക്കുന്നത്. വേറസ് ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ദ വോൾട്ടേജ് ഇസ് ഡിസ്പ്ലേഡ് ആസ് ഡിസ്ക്രീറ്റ് ന്യൂമറിക്കൽ ഫിഗർ. ഓക്കെ, സോ ദിസ് ഈസ് എ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ. വി വിൽ സീ ഇൻ ഡീറ്റെയിൽ. ഓക്കെ, സോ ആദ്യം ഒരു ഇൻപുട്ട് സിഗ്നൽ, ലെറ്റ് ഇറ്റ് ബി എ DC സിഗ്നൽ. ഓക്കെ, ആ ഒരു ഇൻപുട്ട് സിഗ്നൽ നമ്മളൊരു പൾസ് ജനറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഒരു പൾസ് ജനറേറ്ററിലേക്ക് എന്തെല്ലാം ആദ്യം നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം നോക്കുക. അതായത് ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, ഒരു പൾസ് ജനറേറ്റർ ഉണ്ട്, ഒരു ആൻഡ് ഗേറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ ആൻഡ് ഗേറ്റ്.
മീൻസ് ഫ്രീക്വൻസി മെഷർമെൻറ്റും ടൈം പീരീഡ് മെഷർമെൻറ്റിലും ഒക്കെ ആൻഡ് ഗേറ്റ് വേണ്ടിയിട്ടുണ്ടല്ലോ. ആൻഡ് ഗേറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഒരു ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇൻവെർട്ടർ അല്ലെങ്കിൽ ഒരു നോട്ട് ഗേറ്റ്. ഓക്കെ, ദെൻ കൗണ്ടറും ഡെസിമൽ ഡിസ്പ്ലേ. ഇത്രയാണ് ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിന്റെ ബേസിക് ഡയഗ്രാം, ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, സോ ഒരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യാണ്, അതായത് ഇൻപുട്ട് ഒരു ഡി സി സിഗ്നൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യാണ്. സോ ആ ഡി സി സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് നമ്മുടെ പൾസ് ജനറേറ്റർ വിൽ ബി ജനറേറ്റിംഗ് റെക്ടാങ്കുലർ പൾസസ്. അതായത് പൾസ് ജനറേറ്റർ വിൽ ബി ജനറേറ്റിംഗ് റെക്ടാങ്കുലർ പൾസസ്, അതായത് ഓൺ പീരീഡ് ഉണ്ടാവും, ഓഫ് പീരീഡ് ഉണ്ടാവും. അങ്ങനെയുള്ള റെക്ടാങ്കുലർ പൾസ് ആര് ജനറേറ്റ് ചെയ്യും? പൾസ് ജനറേറ്റർ ജനറേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് സിഗ്നൽ. ഈ ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ട് പൾസ് ജനറേറ്റർ റെക്ടാങ്കുലർ പൾസസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, റെക്ടാങ്കുലർ പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്തോ ടി ഓൺ ഉണ്ടാവും, ടി ഓഫ് ഉണ്ടാവും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താ നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട് എന്താണ്? പൾസ് ജനറേറ്റർ എന്നുള്ള റെക്ടാങ്കുലർ പൾസ് ആയിരിക്കും ആൻഡ് ഇൻപുട്ടിന്റെ ആൻഡ് ഗേറ്റിന്റെ ഒരു ഇൻപുട്ട്. ആൻഡ് ഗേറ്റിന്റെ സെക്കൻഡ് ഇൻപുട്ട് എന്താണ്? ഒരു പൾസ് ട്രെയിൻ ആണ്. അതായത് ഇവിടെ ഒരു ഓസിലേറ്റർ വെച്ചിട്ട് പൾസ് ട്രെയിൻ സെയിം വിടുത്തുള്ള ടി ഓണും ടി ഓഫും സെയിം ആയിട്ടുള്ള ഒരു പൾസ് ട്രെയിൻ ഇവിടെ ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിന്റെ ഇൻപുട്ടിൽ. ഓക്കെ, സോ ആൻഡ് ഗേറ്റ് നമുക്കറിയാം ബോത്ത് ഇൻപുട്ട് ഹൈ ആയാലും മാത്രമേ ഉള്ളൂ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരുള്ളൂ. സോ എങ്ങനെയായിരിക്കും നമുക്ക് ഇതറിയാം? ഇതൊരു ടി ഓൺ ടൈം, ഇതിന്റെ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ടി ഓൺ ആണ്, ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ടി ഓഫ് ആണ്. സോ ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വിൽ ബി എത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ടാവും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ഈ പൾസ് ജനറേറ്ററിന്റെ ഈ ഒരു പൾസ് ആണ്. പൾസ് ജനറേറ്ററിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പൾസിന്റെ ടി ഓൺ ടൈം ആയിരിക്കും എത്ര ഡ്യൂറേഷനിൽ ഈ ആൻഡ് ഗേറ്റ് ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്, അല്ലേ? ആൻഡ് ഗേറ്റിൽ രണ്ട് ഇൻപുട്ട് ഹൈ ആയാലാണ് ഔട്ട്പുട്ട് ഹൈ ആവുക. അപ്പോൾ ഇവിടെ എന്താ? ടി ഓൺ ടൈം ഇത് എപ്പോഴും ഹൈ ആയിരിക്കും, ടി ഓഫ് ടൈമിൽ ഇത് ലോ ആയിരിക്കും. സോ പൾസ് ലോ ആയിരിക്കും. സോ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എത്ര ഡ്യൂറേഷനിൽ ഉണ്ടാവും എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പൾസ് ജനറേറ്റർ, അതായത് ഇൻപുട്ട് സിഗ്നൽ വഴി ജനറേറ്റ് ചെയ്ത റെക്ടാങ്കുലർ പൾസിന്റെ ടി ഓൺ ടൈം ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഇവിടെയുള്ള ഒരു ഇൻപുട്ട്. മറ്റേ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൾസ് ട്രെയിൻ ആണ്. സെയിം ടി ഓണും ടി ഓഫും ഉള്ള ഒരു പൾസ് ട്രെയിൻ ആണ് ആൻഡ് ഗേറ്റിന്റെ സെക്കൻഡ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് ഓഫ് ആൻഡ് ഗേറ്റ് വിൽ ബി ദാറ്റ് ഓഫ് പൾസ് ട്രെയിൻ. പൾസ് ട്രെയിൻ ആയിരിക്കും ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് with the duration that of t on time of rectangular pulse. അതായത് ഈ റെക്ടാങ്കുലർ പൾസിന്റെ ഓൺ ടൈം അതായിരിക്കും ഈ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ടിന്റെ ഡ്യൂറേഷൻ. ഔട്ട്പുട്ട് എന്തായിരിക്കും? വിൽ ബി എ പൾസ് ട്രെയിൻ. അപ്പോൾ ഈ ടി ഓൺ ടൈമിൽ എത്രത്തോളം ഈ പൾസ് ട്രെയിൻ ഉണ്ടോ അതായിരിക്കും ഇവിടെയുള്ള ഔട്ട്പുട്ട്. കണ്ടില്ലേ? ഇതാണ് ടി ഓൺ. അതിന് കറസ്പോണ്ടിങ് ഇത്രയാണ് ഇതിന്റെ ടി ഓൺ വരുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന്റെ ഒരു 3 സൈക്കിൾ അതായിരിക്കും ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ദെൻ ഇൻ സം സർക്യൂട്ട് ഇൻവെർട്ടർ ഓർ നോട്ട് ഗേറ്റ് ഈസ് യൂസ്ഡ്. ഇൻവെർട്ടർ ഈസ് യൂസ്ഡ്. എന്തിനാണ്? ജസ്റ്റ് കിട്ടിയ സിഗ്നൽ ജസ്റ്റ് ഒന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കുക. അത് ബേസ്ഡ് ഓൺ ദാറ്റ് കൗണ്ടറിനെ ബേസ് ചെയ്തിട്ട്, കൗണ്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇൻവെർട്ടർ ഉപയോഗിക്കും, ചിലപ്പോൾ ഇൻവെർട്ടർ ഉപയോഗിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നെഗറ്റീവ് മീൻസ് 0 ഉള്ളിടത്ത് ഹൈ ആയിരിക്കും, അതുപോലെ 1 ഉള്ളിടത്ത് ലോ ആയിരിക്കും. നേരെ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, സോ ആഫ്റ്റർ ദാറ്റ് ഹിയർ ബിഫോർ ഡെസിമൽ ഡിസ്പ്ലേ വി ആർ ഹാവിങ് വൺ കൗണ്ടർ. ആ കൗണ്ടർ എത്ര കൗണ്ട്സ്, എത്ര ട്രിഗർ വന്നിട്ടുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. സോ ഈ ടി ഓൺ ടൈമിൽ വന്നിട്ടുള്ള പൾസ് ട്രെയിൻ വെച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3 കൗണ്ട് വന്നിട്ടുണ്ട്. സോ ആ 3 ആയിരിക്കും നമ്മളെ ഡെസിമലിൽ, ആ 3 ഇൻറ്റു എ കോൺസ്റ്റന്റ് ദാറ്റ് വിൽ ബി ദ ഡെസിമൽ ഡിസ്പ്ലേ. ഈ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ, നമ്മളിവിടെ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തല്ലോ. ഇൻപുട്ട് സിഗ്നൽ കൊടുത്തിട്ട് നമുക്ക് ഈ പൾസ് ജനറേറ്ററിൽ ഒരു റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു സ്കെയിൽ 8 ആയിരിക്കുമല്ലോ. ആ സ്കെയിൽ വാല്യൂ, അതുപോലെ ഇവിടെ ആൻഡ് ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്ന പൾസ് ട്രെയിനിൻ്റെയും വാല്യൂ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ we will be getting the proportional
input voltage. Will be getting proportional input voltage. അതായത് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ കൗണ്ട് 3 ആണ്. 3 into 3, that 3 will be proportional to the input voltage. Okay, 3 will be proportional to the input voltage. Exact value കിട്ടണമെങ്കിൽ ആ 3 into ഒരു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? അതായത് ഈ പൾസ് ജനറേറ്ററിൽ ജനറേറ്റ് ചെയ്ത ഈ റെക്ടാങ്കുലർ പൾസ് അതിൻ്റെയും പിന്നെ അതുപോലെ നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ അതർ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്ന പൾസ് ട്രെയിനിന്റെയും ടി ഓൺ ടി ഓഫ് ടൈം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ 3 into ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഇവിടെ ഇങ്ങനെ ഒന്ന് കാണിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു പൾസ് ജനറേറ്ററിൽ ആ വിടുത്തും അതുപോലെ ആൻഡ് ഗേറ്റ് എന്നുള്ള ആ മീൻസ് എന്താ ഇവിടെയുള്ള ഈ പൾസ് ട്രെയിൻ അതൊക്കെ നമുക്ക് നോൺ ആണല്ലോ. ഇതിന്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളൊക്കെ നോൺ ആണ്, ഇതിന്റെ ആംപ്ലിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നോൺ ആണ്. അതുപോലെ പൾസ് ട്രെയിന് ഇവിടെയുള്ള റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച്. ഓക്കെ, സോ ആ കിട്ടിയ വാല്യൂ ഇൻറ്റു ആ കോൺസ്റ്റന്റ് ആണ് നമുക്ക് ഇവിടെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്. മീൻസ് ഇൻപുട്ട് വോൾട്ടേജിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിസ്പ്ലേ. Okay, so this is the basic block diagram of a digital voltmeter. So this is again same figure only, that is explained in another way. Okay, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് അത് എവിടത്തേക്ക് കൊടുക്കുന്നു? പൾസ് ജനറേറ്ററിലേക്ക് കൊടുക്കുന്നു. പൾസ് ജനറേറ്റർ റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഇതാ ഒരു റെക്ടാങ്കുലർ പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്തു. ദെൻ ആൻഡ് ഗേറ്റിൽ ഒരു ഇൻപുട്ടാണ് റെക്ടാങ്കുലർ പൾസ്. അതർ ഇൻപുട്ട് എന്തായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു പൾസ് ട്രെയിൻ ഉള്ളത്. ആ പൾസ് ട്രെയിനുള്ള ഇൻപുട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താ ഇവിടെയുള്ള ആൻഡ് ഗേറ്റ് കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? അതായത് ഈ ഒരു ടി ടൈമിൽ ഉണ്ടാവും ഔട്ട്പുട്ട്. അതായത് ഇതിന്റെ ഡ്യൂറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് റെക്ടാങ്കുലർ പൾസിന്റെ ഓൺ ടൈം ആണ്. റെക്ടാങ്കുലർ പൾസിന്റെ ഓൺ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പൾസ് ട്രെയിൻ എത്ര വരും അത്രയും വരും. അപ്പോൾ ആ ഒരു കൗണ്ടാണിത്. ആ ഒരു കൗണ്ട് എന്ത് ചെയ്യുന്നു? Then it is given to a NOT gate or inverter. Then it is inverted and coming. Then counter will be counting the number of triggers or number of pulses came to this NOT gate. After counting that pulse, it will be displaying in the digital display, and the pulse generator will be resetting the counter value to 0. അതാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പൾസ് ട്രെയിൻ. അതായത് ആൻഡ് ഗേറ്റിന്റെ ഈ ഒരു ഇൻപുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ വി ആർ ഗെറ്റിംഗ് എ റെക്ടാങ്കുലർ പൾസ് ഫ്രം ദ പൾസ് ജനറേറ്റഡ് ബേസ്ഡ് ഓൺ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അപ്ലൈഡ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന റെക്ടാങ്കുലർ പൾസ്. സോ ദെൻ വി ആർ ഫെഡിങ് ദറ്റ് rectangular pulse signal and the pulse train signal to the AND gate. Then we are getting an output of AND gate with the duration this rectangular pulse time t and output like that of pulse train. Okay, so ഇത്രയും കൗണ്ട് നമുക്ക് മീൻസ് ഇത്രയും പൾസസ് നമുക്ക് AND gate ഔട്ട്പുട്ട് കിട്ടി. AND gate then connected to NOT gate. NOT gate will be inverting that output. അതായത് 1 ഉള്ളത് 0 ആവും, 0 ഉള്ളത് 1 ആവും, അങ്ങനെ ഇൻവേർട്ട് ചെയ്തു. Then the counter will be counting the number of triggers occurred and it will be displaying in the digital readout by multiplying it with a constant. Okay, so this is how generally a digital voltmeter is working. Okay, then input signal, it is the signal or voltage which is to be measured. അതായത് ഈ പറഞ്ഞല്ലോ ഇൻപുട്ട് വോൾട്ടേജ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദ സിഗ്നൽ ഓർ വോൾട്ടേജ് ടു ബി മെഷർഡ്. പൾസ് ജനറേറ്റർ source of the voltage and generates a rectangular impulse by analog, digital or by both based on input signal. ഇൻപുട്ട് സിഗ്നലിന്റെ ബേസ് ആയിട്ട് ഒരു റെക്ടാങ്കുലർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു പൾസ് ജനറേറ്റർ. ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഒരു റെക്ടാങ്കുലർ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ പൾസ് ജനറേറ്റർ ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഒരു റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്യുന്നു. അതാണ് പൾസ് ജനറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ സർക്യൂട്ടറി ഇൻസൈഡ് ദ കൺട്രോളർ കൺട്രോൾസ് ദ ഫ്രീക്വൻസി ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പൾസ്. അതായത്
pulse generator ഉള്ളിലുള്ള digital circuitry controls the frequency and width of the rectangular pulse. Rectangular pulse ന്റെ frequency widthനെയും ഇതിനുള്ളിലുള്ള digital circuitry ആണ് control ചെയ്യുന്നത്. Analog circuitry controls the rise and fall time. Analog circuitry അവിടെ rise and fall time നെ control ചെയ്യും. Then AND gate, it provides high output in case both of the input are high. രണ്ട് AND gate ഒപ്പം രണ്ട് input high ആകുന്ന സമയത്താണ് output will be high. When a train of pulse along with the rectangular pulse. AND gate input എന്തൊക്കെയാ? ഒന്ന് പൾസ് ജനറേറ്റർ, അതായത് ഇൻപുട്ട് നമ്മൾ കൊടുത്ത് പൾസ് ജനറേറ്ററിലേക്ക് പൾസ് ജനറേറ്റർ ഒരു റെക്ടാങ്കുലർ പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ദാറ്റ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ആസ് വൺ ഓഫ് ദി ഇൻപുട്ട് ടു ദ AND gate. അതർ ഇൻപുട്ട് വിൽ ബി എ ട്രെയിൻ പൾസ്. ഓക്കെ, ട്രെയിൻ പൾസ്, ഒരു ട്രെയിൻ പൾസ് തന്നെ റെക്ടാങ്കുലർ പൾസ്, അത് രണ്ടാണ് നമ്മുടെ AND ഗേറ്റിന് ഇൻപുട്ട്. ഒരു ട്രെയിൻ പൾസ് തന്നെ റെക്ടാങ്കുലർ പൾസ്, അതാണ് AND ഗേറ്റിന് ഇൻപുട്ട്. ഇൻട്രൊഡ്യൂസ് ടു ഇറ്റ്, AND gate provides an output that has train pulse. AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രെയിൻ പൾസ് ആണ്. ഇതാ AND ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഇതേപോലെ സെയിം ട്രെയിൻ പൾസ് ആണ്. ബട്ട് ഔട്ട്പുട്ട് ഓഫ് AND gate will have duration is same as rectangular pulses from the pulse generator. But AND gate in output will be a train of pulse, but the duration of that output pulse will be as same of that of pulse generator. Pulse generator എന്ന് വന്ന ഔട്ട്പുട്ടിന്റെ ഡ്യൂറേഷൻ ആയിരിക്കും ഈ AND ഗേറ്റിന്റെ ഔട്ട്പുട്ടിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The output obtained from AND gate is a positive train with the duration is same width of the pulses generated by the pulse generator. നേരത്തെ പറഞ്ഞാൽ the positive train is introduced to the inverter which converts it to a negative one. അതായത് ഈ പോസിറ്റീവ് ട്രെയിനിനെ നമ്മൾ ഇൻവെർട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ it will be converted into a negative one. Okay, 1 0 ആവും, 0 1 ആവും. The inverter output is fed to a counter. Inverter output then fed to a counter. It counts the number of triggers in the duration proportional to the input signal. അതായത് ആ ഒരു counter will be counting number of triggers that happens in that particular duration which is proportional to the input signal. ആ ഒരു count will be proportional to the input signal. Then the decimal display displays count the number of impulses and duration of impulses. It will then calculate and display voltage value on the display screen. അതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മീൻസ് കിട്ടിയ ആ ഒരു ഇമ്പൾസസ് ഇൻറ്റു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇറ്റ് വിൽ ബി ഡിസ്പ്ലേയിങ് ഇൻ ദ ഡിസ്പ്ലേ സ്ക്രീൻ. Then different types of DVMs are there. One is RAM type DVM and another one is dual slope integrating type DVM. രണ്ട് ടൈപ്പ് DVM ഉണ്ട്. ഒന്ന് RAM type DVM ആണ്, other one is dual slope integrating type DVM. And also general specification of a DVM, അതായത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റിന് ഡിഫറെൻറ്റ് സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അതിൽ ജനറൽ സ്പെസിഫിക്കേഷൻ ഓഫ് എ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ഈസ് റെസൊല്യൂഷൻ. ഒരു N എന്ന് പറയുന്ന ഫുൾ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ then the resolution of the DVM is 1/10⁻⁴. Okay, N എന്ന് പറയുന്ന ഒരു ഫുൾ ഡിജിറ്റ് നമ്പർ ആണ്. then the resolution of that DVM is 1/10⁻⁴. if N ഒരു 3 ആണെങ്കിൽ അതിന്റെ corresponding resolution which will be equal to 1/10⁻³ which is equal to 0.001 which is equal to 0.1%. അതായത് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, നമുക്ക് ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. സോ ഇഫ് N ഈസ് ദ നമ്പർ ഓഫ് ഫുൾ ഡിജിറ്റ് then the resolution of DVM is 1/10⁻⁴. if N is equal to 3 it is 0.001 which is 0.1%. അതാണ് ഒരു DVMന്റെ resolution. Next one is sensitivity. Sensitivity is the smallest change in input that an DVM able to detect. അതായത് ഒരു DVMന് ആ ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻപുട്ട് സൈഡിൽ ഉണ്ടാകുന്ന സ്മോളസ്റ്റ് ചേഞ്ച് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി കൊണ്ട് അളക്കുന്നത്. Okay, sensitivity is a full scale value of lowest range multiplied by DVM's resolution. അതായത് അതിന്റെ ഒരു ഫുൾ സ്കെയിൽ വാല്യൂ ഉള്ള ഏറ്റവും സ്മോളസ്റ്റ് റേഞ്ച് ഇൻറ്റു അതിന്റെ റെസൊല്യൂഷൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അതിന്റെ സെൻസിറ്റിവിറ്റി. ഓക്കെ, സോ റെസൊല്യൂഷൻ സെൻസിറ്റിവിറ്റി. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ. ആ ഒരു പിന്നെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന എത്ര ചെറിയ ചേഞ്ചിൽ ഔട്ട്പുട്ട് ആയിട്ട് ഡിറ്റക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ,
So ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസൊല്യൂഷൻ ഇൻറ്റു അതിൻ്റെ ഫുൾ സ്കെയിൽ വാല്യൂലുള്ള സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് ചേഞ്ച് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് sampling time of DVM is 2 samples per second. ഓക്കെ, then accuracy sampling അറിയാലോ നമുക്ക് ഡിസ്ക്രീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇറ്റ് വിൽ ബി 2 samples per second for a DVM. Then accuracy, it is the degree of closeness with which instrument reading approaches to true value of the quantity being measured. എത്രത്തോളം നമ്മൾ മെഷർ ചെയ്ത വാല്യൂസ് എത്രത്തോളം ട്രൂ വാല്യൂ ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളത് അതാണ് accuracy കൊണ്ട് മെഷർ ചെയ്യുന്നത്. Accuracy is given by plus or minus percentage. As usual we are giving like that. Accuracy is given by plus or minus percentage, where x denotes percentage of uncertainty in the experiment. ഇത്രത്തോളം accurate ആണെന്നുള്ളത്. Okay, so these are the general specification of DVM. So we have already told 2 types of DVMs are there we have, for us to study. One is ramp type digital voltmeter, next one is dual slope digital voltmeter. So first one is ramp type digital voltmeter. Okay, ramp type digital voltmeter എങ്ങനെയായിരിക്കും? ഇവിടെ signal will be a comparing signal will be a ramp signal. Here comparing signal will be a ramp signal. Okay, so this is the basic block diagram of ramp type digital voltmeter. Here you can see a ramp generator is there, input voltage is fed in here, and this ramp generator and the signal generated from the ramp generator and the input voltage is compared using a voltage comparator. Okay, this is fed as one of the input to the AND gate, and also other input of the AND gate is generated from clock generator. Okay, then it is given to decade counter, then latch, then VCD to 7 segment drivers, then to 7 segment display. So this is the general block diagram of a ramp type digital voltmeter. So everyone will be familiar as ramp signal, na? So it will be having a slope like this. Okay, it will be like this. Okay, this is the ramp signal. Okay, so ramp signal, so you can see here voltage comparator is there. Input to the voltage comparator is one is our input signal. Okay, and other one is ramp generator. So comparator compares the input value Vi with the ramp voltage Vr. അതായത് റാമ്പ് ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് റാമ്പ് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അത് രണ്ടുമാണ് ഈ കമ്പാരറ്റർ വോൾട്ടേജ് കമ്പാരറ്റർ വിൽ ബി കമ്പയറിംഗ്. So output of the voltage comparator, let it be V1. V1 will be equal to 1 if Vi greater than or equal to Vr. അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് if it is greater than or equal to ramp voltage, then output will be 1. If V1, that output of the voltage comparator will be 0 if Vi less than Vr. അതായത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് റാമ്പ് വോൾട്ടേജിനേക്കാളും കുറവാണെങ്കിൽ the output will be 0. If comparator output V1 is high, counting circuit will be count pulses from the clock generator. അതായത് ഇവിടെ ഈ V1 എന്ന് പറയുന്നത് 1 ആവുന്ന സമയത്ത് ഈ ക്ലോക്ക് ജനറേറ്ററിലുള്ള പൾസ് ഇത് കൗണ്ട് ചെയ്യും. ആൻഡ് ഗേറ്റ് അങ്ങനെയാണല്ലോ വർക്ക് ചെയ്യുക. അതായത് ഇവിടെയുള്ള വാല്യൂ രണ്ടും ഹൈ ആവുന്ന സമയത്ത് ആൻഡ് ഗേറ്റ് വർക്ക് ചെയ്യുക. സോ ഇഫ് കമ്പാരറ്റർ ഔട്ട്പുട്ട് V1 is high, counting circuit will count the pulses generated from the clock generator. Okay, if output V1 is low, output V1 എപ്പോഴാണ് ലോ ആവുക? അതായത് ഇൻപുട്ട് വോൾട്ടേജ് if it is less than ramp voltage, then output V1 will be low. It will be stop counting. Okay, it will be resetting the decade counter then. Okay, so here number of pulses will be proportional to the Vi. Number of pulses will be proportional to the input voltage Vi. Okay, number of pulses counted na, when pulses will be counted whenever the input voltage is more than the ramp voltage, the pulses will be counted. The clock generated pulses generated will be counted by using the decade counter, because at that time the AND input, this V1 input will be V1 output of the voltage comparator will be high. Okay, so that we can see in next slide. Okay, so this is what I told. This is the ramp signal, this is our input signal. I told you that whenever input signal is greater than
or equal to ramp signal, the output of the comparator V1 will be high. Whenever the input voltage is greater than the ramp voltage, input voltage greater than or equal to ramp voltage, the output of the voltage comparator will be high. So you can see from this point to this point, input voltage is high. Okay, so you can see here the comparator output. This is the comparator output V1. V1 is high here, and whenever the input voltage is lower than the comparator voltage, sorry, lower than the ramp voltage, you can see it is 0. Comparator output is 0. So for T1 time, the comparator output is high. For T2 time, whenever the input voltage is less than ramp voltage, T2 time, the comparator output is 0. So this comparator output is fed to the AND gate na. So AND gate, whenever both the input is high, the AND gate will be on. So the AND gate will be on for the duration. This duration, on gate will be on for the duration of the comparator output. Comparator output high ആയിരിക്കുന്ന അത്രയും duration AND gate will be on. So till that time it will be counting the pulses. Clock generator എന്താ ഏത് സമയത്തും നമുക്ക് train of pulses generate ചെയ്തുകൊണ്ടിരിക്കും. So ആ ഒരു on ടൈമിൽ ഈ clock pulse will be counting. So ആ ഒരു on ടൈമിൽ corresponding നമുക്ക് ഇത്ര clock pulse ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ it will be counting like 1 2 3 4 5 6 7 8 8 is the clock pulse. So 8 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടി. ആ 8 എന്നുള്ള വാല്യൂ ഇൻറ്റു നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എങ്ങനെയാണ് നമ്മുടെ ഈ റാമ്പ് ജനറേറ്റർ അതുപോലെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെയും സ്കെയിൽ ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ a ramp type digital voltmeter will be working. Clear അല്ലേ? പിന്നെ ഇവിടെ ലാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ലാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ it will be stored in the latch. It is then given to BCD to 7 segment, ഒരു intermediate storage എന്ന് പറയും ലാച്ച്. സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ it will be feeding into BCD to 7 segment drivers. Then it will be displaying in the 7 segment display. So this is how a ramp type digital voltmeter is working. ക്ലിയർ ആയില്ലേ? അതായത് ഒരു ഇൻപുട്ട് വോൾട്ടേജ്, ഒരു റാമ്പ് ജനറേറ്റർ, റാമ്പ് വോൾട്ടേജ് ഉണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. എപ്പോഴൊക്കെ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാമ്പ് വോൾട്ടേജ്, ദ കമ്പാരറ്റർ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. സോ comparator output, when it is high, it is fed to AND gate. So AND gate will be on, AND gate will be open when the comparator output is high. So അത്രയും ടൈമിലുള്ള clock generator pulse it will be counting, and it will be the count will be taken by the counter, and that count into a constant value you will be getting by this by calculating this input voltage, ramp generated pulse and the clock generated pulse. അതൊക്കെ വെച്ചിട്ട് ആ കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ആ കിട്ടിയ കൗണ്ട് ഇൻറ്റു ആ കോൺസ്റ്റന്റ് will be getting a output voltage. Okay, so this is how a ramp type digital voltmeter will be working. So there is a limitation for ramp type voltmeter here, that is ramp type DVM requires precise ramp voltage and precise time period. It is not possible always that for a ramp type DVM precise ramp voltage ഉം precise time period, അതായത് ഈ പറഞ്ഞല്ലോ ഈ precise ആയിട്ടുള്ള ഒരു റാമ്പ് വോൾട്ടേജും precise ആയിട്ടുള്ള ഒരു ടൈം പീരീഡും എപ്പോഴും ഒരു റാമ്പ് വോൾട്ടേജിന് പോസിബിൾ അല്ല. ഓക്കെ, ഒരു റാമ്പ് സിഗ്നലിന് എപ്പോഴും ഒരു പ്രിസൈസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ടൈം പീരീഡ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് എ പ്രിസൈസ് റാമ്പ് വോൾട്ടേജ് ആൻഡ് പ്രിസൈസ് ടൈം. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെയുള്ള ഈ കമ്പാരറ്റർ ഔട്ട്പുട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് യൂസ്ഫുൾ. So this we have to avoid. So how we will be avoiding this disadvantage of or limitation of ramp type voltmeter? We will be using a dual slope integrated DVM. Okay, we will be using a dual slope integrated DVM. എന്താണ് ഈ dual slope integrated DVM? ഇതാണ് ഒരു dual slope integrated DVM ന്റെ block diagram. So here you can see
നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് ജനറേറ്റർ ഉണ്ട്. ഓക്കെ, then in between a new block is coming frequency divider. It is given to an integrator. Okay, integrator ഉണ്ട്, ഒരു constant current source ഉണ്ട്, then a zero crossing detector ഉണ്ട്. Also AND gate ഉണ്ട്. AND gate will be a 3 input AND gate. Okay, AND gate is a 3 input AND gate. So here we are using a integrator circuit na. So what is an integrator circuit? You might have already seen this integrator circuit in analog circuit classes in last year. So an integrator is generally a capacitor, is either charged natively from Vi or discharged at a constant rate according to a control signal. അതായത് ഒരു കൺട്രോൾ സിഗ്നലിനനുസരിച്ചിട്ട് ആ കൺട്രോൾ സിഗ്നലിൽ ബേസ് ചെയ്തിട്ട് അത് ചാർജ് ചെയ്യുകയും ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. നെഗറ്റീവ് ഇറ്റ് വിൽ ബി ചാർജിങ് നെഗറ്റീവ്ലി ആൻഡ് ഇറ്റ് വിൽ ബി ഡിസ്ചാർജിങ്. സോ അതാണ് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. സോ ഹിയർ യു ക്യാൻ സി ബേസ്ഡ് ഓൺ ഈ ഒരു ഇൻപുട്ട് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഇൻപുട്ട് നമ്മളൊരു സിഗ്നൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് ഇറ്റ് വിൽ ബി ചാർജിങ്. ഇഫ് ഇൻപുട്ട് സിഗ്നൽ ഈസ് ലോ, ഇറ്റ് വിൽ ബി ചാർജിങ് ടിൽ ടൈം t1. അതായത് ഈ ടൈം t1 ആരാണ് കൊടുക്കുന്നത്? ഈ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് ഒരു കൺട്രോൾ സിഗ്നലായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഈ ഫ്രീക്വൻസി ഡിവൈഡറിൻ്റെ ഔട്ട്പുട്ട് ലോ ആയിരിക്കുന്ന സമയത്ത് ഇൻ്റഗ്രേറ്റഡ് വിൽ ബി ചാർജിങ്. ഈ ഫ്രീക്വൻസി ഡിവൈഡറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുന്ന സമയത്ത് integrated will be discharging. So this frequency divider is controlling the integrator circuit. So whenever frequency divider signal is low, the integrated will be charging to voltage Vi. Integrating will be charging to voltage Vi. So if the magnitude of this voltage Vi is varying, you can see the charging magnitude also it is varying. So initially less voltage Vi is there, means it will be charging till this. If more magnitude is there for Vi, means it will be charging till this, and little bit more voltage is there in Vi, means you can see slope is increasing here. So whenever the frequency divider control signal is high, the inductor will be starts discharging. You can see the time t2. This is the charging time is t1 and discharging time is t2. So based on the magnitude of the Vi, you can see the discharging time is varying. You can see here discharging time is varying. അതായത് നമ്മുടെ ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് ചാർജ് ചെയ്യുന്നത്. യു ക്യാൻ സി മാഗ്നിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ്. ചാർജിങ് ടൈം t1 ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഡിസ്ചാർജിങ് ഈ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചാണ് ഈ t2 time, t1 time constant ആണ്. t2 time you can see it is varying based on the magnitude of the input voltage. ഇവിടെ ഇതാണ് t2. ഇപ്പോൾ കുറച്ചും കൂടി വോൾട്ടേജ് കൂടിയപ്പോൾ ഇതാണ് t2. കുറച്ചും കൂടി വോൾട്ടേജ് കൂടിയപ്പോൾ ഇതാണ് t2. അതായത് ഇവിടെ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ആയിരിക്കും, ഇവിടെ ഒരു വേരിയബിൾ സ്ലോപ്പ് ആയിരിക്കും. ദിസ് സ്ലോപ്പ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻപുട്ട് Vi. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് സ്ലോപ്പ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻപുട്ട് Vi. ഇൻപുട്ട് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ് ഇതിൻ്റെ സ്ലോപ്പ് വേരി ചെയ്യുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്ലോപ്പ് കൂടുകയാണ്. ബട്ട് ഹിയർ യു ക്യാൻ സി discharging time always with the constant slope. So the time period for discharging it will be varying. So this is how an integrated circuit will be working. So this is the basic diagram for dual slope. So നേരത്തെ നമ്മൾ കണ്ടല്ലോ റാം സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താ one slope. That is why it is called as dual slope integrator digital voltmeter. Okay. So the control signal is derived from clock generated and a frequency generator. അതായത് കൺട്രോൾ സിഗ്നൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഇൻ്റഗ്രേറ്ററിനെ കൺട്രോൾ ചെയ്യേണ്ട കൺട്രോൾ സിഗ്നൽ വിൽ ബി generated or derived from clock generated and the frequency generated circuit. During charging time t1, the integrated is charged to V0 that depends on Vi. അതായത് നമ്മൾ പറഞ്ഞല്ലോ during charging time integrated will be charging till V0 വരെ ചാർജ് ചെയ്യും. ആ V0 വരെ ചാർജ് ചെയ്യുന്നത് it will be depending on Vi. നേരത്തെ പറഞ്ഞല്ലോ സ്ലോപ്പ് will be depending on the input magnitude. സോ ആ മാഗ്നിറ്റ്യൂഡിനനുസരിച്ചിട്ട് ഈ V0 എന്ന് പറയുന്ന വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ t1 ടൈമിൽ it will be charging. Okay.
during charging time T1, the integrated is charged to V0 that depends on Vi. During discharging, the integrated is discharged in a constant rate in duration T2 that depends on V0 and hence on Vi. അതായത് discharge ചെയ്യുന്ന സമയത്ത് based on the V0, it will be discharging with the constant slope. So the time period will be different. Time period for discharging will be different. So it is depending on V0. It is depending on V0 means V0 already depending on Vi. So the output means discharging time will be depending on the input magnitude. Okay, അതായത് discharging time is depending on the output. So output is depending on the input magnitude. So discharging will be depending on the input magnitude. Okay. A voltage comparator is used as zero crossing detector and the output is high if the integrated output is lower than 0. അതായത് ഇവിടെ ഒരു voltage comparator ഉണ്ട്. ആ voltage comparator here it is used as a zero crossing detector. So ഈ zero crossing detector നോക്കാം നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റഗ്രേറ്ററിലാണ്, പോസിറ്റീവ് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. So here whenever the integrator output, അതായത് integrated output 0 അല്ലെങ്കിൽ 0നേക്കാളും കുറഞ്ഞാലാണ് this zero crossing detector output will be high. A value comparator is used as zero crossing detector and the output is high if integrated output is lower than 0. Lower than integrated output lower than 0 ആകുന്ന സമയത്ത് ആണ് output of the zero crossing detector will be high. Okay. സോ ഇതുവരെയുള്ള പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ. ഓക്കെ, ഗ്രാഫിക്കലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇവിടെ. ഓക്കെ, സോ നമ്മുടെ ക്ലോക്ക് ജനറേറ്റർ ആസ് യൂഷ്വൽ, ക്ലോക്ക് ജനറേറ്റർ എന്താ, ഒരു ട്രെയിൻ ഓഫ് പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്തു. ട്രെയിൻ ഓഫ് പൾസ് ഈസ് ജനറേറ്റഡ് ഇൻ ക്ലോക്ക് ജനറേറ്റർ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഫ്രീക്വൻസി ഡിവൈഡർ. ഫ്രീക്വൻസി ഡിവൈഡർ ആണ് എന്ത് കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇന്റഗ്രേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിവൈഡറിന്റെ സിഗ്നൽ. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി ഡിവൈഡഡ് സിഗ്നൽ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് വിൽ ബി ചാർജിങ് വെൻ ദ ഫ്രീക്വൻസി ഡിവൈഡർ. ഇതൊക്കെ നമുക്ക് നോൺ വാല്യൂ ആണ്. ഈ ഒരു പൾസ് ട്രെയിൻ നമുക്ക് നോൺ വാല്യൂ ആണ്, നോൺ ഫ്രീക്വൻസി ആണ്. അതുപോലെ നമ്മുടെ ഈ ഫ്രീക്വൻസി ഡിവൈഡറിന്റെ ഫ്രീക്വൻസി ഓൾസോ നോൺ ആണ്. ഓക്കെ, സോ ഈ ഫ്രീക്വൻസി ഡിവൈഡറിന്റെ ഫ്രീക്വൻസി ഡിവൈഡർ സിഗ്നൽ എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, കൺട്രോൾ സിഗ്നൽ ആയിട്ട് ഇന്റഗ്രേറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് will be charging when the frequency divider signal is low. Frequency divider signal low ആയിരിക്കുന്ന സമയത്താണ് integrator will be charging. So it will be charging for time t1. Okay, based on the amplitude. That slope will be depending on the magnitude of the input voltage. അത് ഇവിടെ ചാർജ് ചെയ്തു. Okay, then whenever the output of integrator is means output of the frequency divider is high, the integrator will be discharging. Integrator will be discharging for the time t2. It will be having constant slope. Okay, integrator will be discharging for the time t2. Okay, so അപ്പോൾ ഇതുമായി ഇപ്പം അതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ഔട്ട്പുട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എന്താ നെക്സ്റ്റ് വൺ ഈസ് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ. സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ഔട്ട്പുട്ട് വിൽ ബി ഹൈ when zero crossing detector output is high. എപ്പോഴാണ് നമ്മുടെ ഇതിന്റെ വാല്യൂ, അതായത് ഇവിടെയുള്ള ഇന്റഗ്രേറ്ററിന്റെ വാല്യൂ ഇല്ലേ, ഇന്റഗ്രേറ്റഡ് വാല്യൂ വിൽ സീറോനെക്കാളും കൂടിയാൽ മാത്രമേ അതിന്റെ വാല്യൂ വിൽ ബി ലോ. അതുവരെ ഇപ്പോൾ സീറോനെക്കാളും കുറവാണെങ്കിൽ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. സോ നെഗറ്റീവിലാണല്ലോ ഇത് ചാർജ് ചെയ്യുന്നത്. സോ integrated zero crossing detector and output will be high. So here it is charging negatively, right? Charging and discharging negatively. So ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിന്റെ വാല്യൂ ഹൈ ആയിരിക്കും. ഇവിടെ സീറോ, ഇതിന്റെ വാല്യൂ സീറോ ആയി, ഇന്റഗ്രേറ്ററിന്റെ വാല്യൂ സീറോ ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗോയിങ് ലോ. ഇന്റഗ്രേറ്ററിന്റെ വാല്യൂ ഇവിടെ സീറോ ആയി കഴിഞ്ഞപ്പോൾ മീൻസ് ഈ ഹൈ പൾസ്, ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിന്റെ ഹൈ എന്ന് പറഞ്ഞ പൾസ് ഇവിടെ ലോ ആയി. ഓക്കെ, ക്ലിയർ അല്ലേ?
അതായത് ഇൻ്റഗ്രേറ്റഡ് നെഗറ്റീവ്ലി ചാർജ് ആവുകയാണ്. ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴാണ് ലോ ആവുക? അതായത് ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് സീറോ എപ്പോഴാവുന്നു, ഇൻ്റഗ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് സീറോ എപ്പോഴാവുന്നു, ആ സമയത്തായിരിക്കും ഈ സീറോ ക്രോസിംഗ് ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ട് ലോ ആവുക. അതർവൈസ് ഇറ്റ് വിൽ ബി ഹൈ. So it is charging negatively. So from initially onwards it will be high. When discharging is complete, the integrated output will be zero. Zero ആകുന്ന സമയത്ത് this zero crossing detector output is going low. So നമുക്ക് ഇവിടെ അറിയാം AND gate. AND gate it is a 3 input AND gate. 3 input AND gate ആവുന്ന സമയത്ത് 3 ഇൻപുട്ടും ഹൈ ആവുന്ന സമയത്താണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക അല്ലേ? 3 ഇൻപുട്ടും ഹൈ ആവണം. എന്തൊക്കെയാണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്? ഒന്ന് ക്ലോക്ക് ജനറേറ്റർ. ക്ലോക്ക് ജനറേറ്ററിൽ അതായിരിക്കും നമ്മുടെ പക്ക ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് വരുന്നത് ക്ലോക്ക് ജനറേറ്ററിലെ ക്ലോക്ക് പൾസ് ആയിരിക്കും 1. ദെൻ സെക്കൻഡ് ഇൻപുട്ട് ഈസ് ഫ്രീക്വൻസി ഡിവൈഡർ. ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ടും 1 ആണ്. ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് എപ്പോഴാണ് 1 ആവുന്നത്? അതായത് ഇൻ്റഗ്രേറ്റഡ് ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ്. അതായത് ഈ ഒരു പൾസിനനുസരിച്ച് നമ്മൾ ഫ്രീക്വൻസി ഡിവൈഡർ പൾസിനനുസരിച്ചാണ് ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് ഹൈ ആയിരിക്കുന്നത്. ആ ഒരു ടൈമിൽ എന്താ ചെയ്യുക? ദാറ്റ് നമ്മുടെ ഇൻ്റഗ്രേറ്റർ വിൽ ബി ഡിസ്ചാർജ്. സോ ഇൻ്റഗ്രേറ്റർ വിൽ ബി ഡിസ്ചാർജിങ് അറ്റ് ദാറ്റ് ടൈം. And the third input is zero crossing dictator. Zero crossing dictator will be high when the integrated output is not zero. When integrator output is zero, this zero crossing dictator will be low. Zero crossing dictator will be low. So അതാണ് നമ്മുടെ ഈ സീറോ ക്രോസ്. സോ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്നും ഹൈ ആയിരിക്കുന്ന ടൈം ഏതാ? അതായത് ഈ ഒരു ക്ലോക്ക് പൾസ് ഇതും ഹൈ, ഇതും ഹൈ. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു T2 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിലാണ്, T2 എന്ന് പറയുന്ന ടൈം പീരീഡിലാണ് എന്ത്, ഈ 3 സിഗ്നൽസും ഹൈ ആയിട്ടുള്ളത്. മൂന്ന് സിഗ്നൽസ് അല്ല, അതായത് ഈ സീറോ ക്രോസിംഗ് ഹൈ ആണ്, അതുപോലെ നമ്മുടെ ഈ ഫ്രീക്വൻസി ഡിവൈഡറിന്റെ ഔട്ട്പുട്ട് ഹൈ ആണ്, പിന്നെ നമ്മുടെ പൾസ് ട്രെയിൻ ഔട്ട്പുട്ടിലേക്ക് വരും. സോ ദ ഔട്ട്പുട്ട് ടൈം പീരീഡ് വിൽ ബി T2. ആ T2 ടൈം പീരീഡിൽ എത്ര ക്ലോക്ക് ജനറേറ്റർ പൾസ് വരുന്നു ദാറ്റ് വിൽ ബി കൗണ്ടഡ്. എത്ര ക്ലോക്ക് പൾസ് വരുന്നു ദാറ്റ് വിൽ ബി കൗണ്ടഡ്. ഓക്കെ, അതാണ് നമ്മുടെ ഡ്യുവൽ സ്ലോപ്പ് ഇൻ്റഗ്രേറ്റഡ് digital voltmeter. So you can see here during charging V0 is equal to V0 will be is equal to minus Vi into T1. ഇതാണ് നമ്മുടെ T1 time period. V0 is equal to minus Vi, negative charged ആണ്, minus Vi into T1. Okay, then during discharging it will be discharging in opposite direction, so negative sign will be going. V0 is equal to K into T2. ഒരു K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു T2 ആയിരിക്കും എന്ത് നമ്മുടെ V0 എന്ന് പറയുന്നത്. ഇക്വേറ്റിംഗ് ബോത്ത് V0 we are getting Vi is equal to minus K into T2 by T1, minus K into T2 by T1. So thus the input voltage measurement is not dependent on clock frequency but dependent on the ratio of T1 by T2. അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ക്ലോക്ക് ഫ്രീക്വൻസിക്കല്ല, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം പീരീഡ് T2 T1. ഈ T2 T1 എന്നുള്ള ടൈം പീരീഡിന് ഡിപ്പെൻഡ് ആണ്. അതായത് നമുക്ക് T1 ഓൾറെഡി നോൺ ആണ്, അതായത് നമ്മുടെ എന്താണ് ഇത് വെച്ചിട്ട് ഈ ഫ്രീക്വൻസി ഡിവൈഡറിന്റെ നോൺ സിഗ്നലാണ് T1. അപ്പോൾ T1 ഈസ് ഓൾറെഡി നോൺ. ദെൻ T2 എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് കിട്ടും. T2 എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് പൾസ് ട്രെയിൻ, എത്രത്തോളം പൾസ് ട്രെയിൻ T2 എന്ന് പറയുന്ന ടൈം ഇന്റർവെൽ വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് T2 കിട്ടും. സോ നമുക്ക് അത് വെച്ചിട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. T2 കിട്ടുമല്ലോ. T2 മീൻസ് ഇവിടെ നമുക്ക് കിട്ടുന്ന കൗണ്ട് ഇൻറ്റു എ കോൺസ്റ്റന്റ് വാല്യൂ വിൽ ബി ഗെറ്റിംഗ് എ T2 വോൾട്ടേജ്. T2 time period, T1 time period already known. This K is also already known. Then Vi will be getting. So this is how this dual slope integrator digital voltmeter is working. So this is all about voltmeter. So I hope this topic is also clear for you all. If any doubt, please contact me. Okay. So by this I am winding up digital voltmeter topic. So thank you.